വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം ഇമോഷണലാണ്. അശ്വിൻ കുറച്ചൊക്കെ ശ്രുതിയുടെ വീട്ടുകാരായിട്ട് മിങ്കിളാവുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കാതെ എല്ലാവരും കാണണം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മെയിൻ സീനാണിത്. അപ്പോൾ അശ്വിൻ ഓർഡർ ചെയ്ത ആ ഫുഡൊക്കെ ആയിട്ട് പ്രമീള അങ്ങോട്ട് വരുന്നുണ്ട് ഡൈനിങ് ടേബിളിലേക്ക്. എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഞാൻ പ്ലേറ്റിലോട്ട് ആക്കിയിട്ടില്ല, അശ്വിന് ഇഷ്ടമുള്ള രീതിക്ക് എടുത്ത് കഴിക്കാമല്ലോ, അതാണ് പ്ലേറ്റും ഇങ്ങനെ ഫുഡ് മാത്രമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത്രയും ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് മാത്രം കഴിക്കാനല്ല, നിങ്ങൾക്ക് കൂടെ കഴിക്കാനാണെന്ന്. ആ സമയത്ത് അമ്മയും പറയുന്നുണ്ട്, അയ്യോ മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കഴിച്ചാലല്ലേ അതിൻ്റെ ഒരു സന്തോഷമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതായിട്ട് അമ്മയും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ആൻറ്റിക്കും അമ്മയ്ക്കും കൂടെ വിളമ്പ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രുതി അശ്വിനെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എന്നല്ല അമ്മയെന്ന് വിളിക്കുന്നത്. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതിയെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അശ്വിൻ തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കും അശ്വിൻ വിളമ്പി കൊടുക്കുന്നത് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരാദ്യമായിട്ടാണെന്ന് തോന്നുന്നു നൂഡിൽസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ അമ്മായിയാണെങ്കിൽ കൈ വെച്ചൊക്കെ കഴിക്കുന്നത്. ഇത് കാണുന്ന അശ്വിൻ പറയുന്നുണ്ട്, ആൻറ്റി സ്പൂൺ വെച്ച് കഴിക്കുന്ന പറഞ്ഞ് ശ്രുതി എടുത്ത് ആ സ്പൂൺ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്പൂൺ ശ്രുതി കൊണ്ടു കൊടുക്കുമ്പോൾ അശ്വിൻ അത് കൊടുക്കുന്ന സമയത്ത് ആൻറ്റിക്കും അമ്മയ്ക്കും അത് കഴിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ അമ്മായി ഓരോന്ന് സ്പൂണിൽ കോരുന്നുണ്ടെങ്കിലും അത് താഴോട്ട് പോകണമായിട്ട് ശ്രുതി ചിരിക്കുന്നുണ്ട്. പിന്നെ അമ്മയും ഒരു വിധത്തിലൊക്കെ അതിങ്ങനെ കഴിക്കുന്നുണ്ട്. അതിന് ശേഷം അശ്വിനാണെങ്കിൽ കണ്ടോ ഞാൻ വാങ്ങിയതെല്ലാം കഴിക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഇങ്ങനെ നിനക്കുള്ള പണികൾ ഞാൻ ഇനിയും തരുവടി എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അശ്വിൻ. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഒരു പുച്ഛഭാവത്തെ അശ്വിനെ നോക്കുന്നുണ്ട്. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് പ്രമീളയും രാധയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രമീളേച്ചി ഫുഡ് ഇനിയിപ്പോൾ കഷ്ടിച്ച സാധനങ്ങളേ ഉള്ളല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആഹാരം ഉണ്ടാക്കാൻ. ആ സമയത്ത് പ്രമീള പറയുന്നുണ്ട്, എൻ്റെ ഉണ്ടായിരുന്ന പൈസയെല്ലാം ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി കൊടുത്തല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അമ്മായി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രുതിയുടെ അടുത്ത് എന്ന് പറയാം. ആ സമയത്ത് പ്രമീള പറയുന്നുണ്ട്, ശ്രുതിയുടെ അടുത്ത് എങ്ങനെ ഇതൊക്കെ ഇപ്പം ചെന്ന് പറയുക, അത് മോശമല്ലേ, അവൾക്ക് വിഷമമാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അശ്വിനാണെങ്കിൽ ഇതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം പ്രമീളെ, നമുക്ക് കുറച്ച് പൈസ പലിശയ്ക്ക് എടുത്താലോ ആരോടെങ്കിലും, ആ തങ്കനോട് പറഞ്ഞിട്ട്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, അയാളോട് പറഞ്ഞാൽ പൈസയൊക്കെ കിട്ടും, പക്ഷേ അയാളത് പറഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ മരുമോൻ്റെ ചെവിയിൽ അതെത്തിയാൽ എന്ത് മോശമാണ്. ആ സമയത്ത് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ ഈ വള അങ്ങോട്ട് പണയം വെച്ചാലോ, അപ്പം എന്തായാലും ഒരു 25,000 രൂപയെങ്കിലും കിട്ടാതെ ഇരിക്കില്ല. അത് വെച്ച് എന്തായാലും ഇവർ പോകുന്നവരെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ അശ്വിൻ അവിടെ ഇപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അശ്വിന് മനസ്സിലാവുകയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവർ ചിലപ്പോൾ ഈ വീട് വരെ പണയം വെച്ചെന്നിരിക്കും. അതുകൊണ്ട് തന്നെ അശ്വിൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ പ്ലേറ്റ് ചുമ്മാ തട്ടിയിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് നമ്മുടെ പ്രമീളയും അമ്മായിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അശ്വിൻ മോൻ എന്താ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് വെള്ളം എടുക്കാനാണ് വന്നത്. അപ്പോൾ ഉടനെ അമ്മ പറയുന്നുണ്ട്, അയ്യോ ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. അപ്പോൾ അശ്വിൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് കുറച്ച് വെള്ളം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് പോകുന്നുണ്ട്. തുടർന്ന് അമ്മയും പറയുന്നുണ്ട്, അയ്യോ മരുമോൻ ഇനി എന്തെങ്കിലും കേട്ട് കാണുമോ എന്ന്. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, ഒന്നും കേട്ട് കാണില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അമ്മായി പറയുന്നുണ്ട്, എന്തായാലും പ്രമീളേച്ചി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രമീള ഒരു ബാഗൊക്കെ ആയിട്ട് പോകാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരാൾ കുറേ സാധനങ്ങളുമായിട്ട് വരുന്നത്. അങ്ങനെ പ്രമീള ചോദിക്കുന്നുണ്ട്, ഇതാർക്കാന്ന്. അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട്, ഇത് ഇങ്ങോട്ടായിട്ട് വരുത്തിയതാണ്, ഇതാണ് അഡ്രസ്സ്, ഈ അഡ്രസ്സ് ഈ വീടിൻ്റെ അല്ലേ. അപ്പോൾ പ്രമീള ചോദിക്കും, ഇതാരാ ഓർഡർ ചെയ്തതെന്ന്. അപ്പോൾ പറയാം, അതറിയില്ല, ഈ വീട്ടിൽ നിന്നാണ് പക്ഷേ ഓർഡർ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അമ്മായി അങ്ങോട്ട് വന്നിട്ട് പറയും, ഇവിടുന്ന് ആരും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ഈ ബില്ലങ്ങ് കൊടുക്കും. അപ്പോൾ അതിൽ അഡ്രസ്സ് ഇതായിരിക്കും. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനാ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്, ഇതൊക്കെ ആൻറ്റി കിച്ചണിലേക്ക് എടുത്ത് വെച്ചോ എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അമ്മയെന്ന് വിളിക്കൂ സാർ, ആൻറ്റി എന്നല്ല വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരമ്മയേ ഉള്ളൂ, ആ അമ്മ മരിച്ചു പോയി, ഇനി ആ അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെയും ഞാൻ പ്രതിഷ്ഠിക്കാനും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അശ്വിൻ പോകുന്നുണ്ട്.
ഇത് കാണുന്ന ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, എടി നീ എന്തിനാ അവനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ദേഷ്യപ്പിടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ എന്നപ്പോൾ ഞാൻ പോയി സോറി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്നത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ സാറിനോട് ഇങ്ങനെ ഒന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി. ഞാൻ അശ്വിൻ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയല്ലാതെ വേറൊരാളെ അമ്മയെന്ന് വിളിക്കില്ല. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സാറ് ഇവിടെയുള്ളവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് വാങ്ങിക്കൊടുത്തും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാറിൻ്റെ വീട്ടിലെന്ന പോലെ ഇവിടെയുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അത് നിൻ്റെ വെറും വിചാരം മാത്രമാണ് ശ്രുതി. എൻ്റെ മുത്തശ്ശിയും ചേച്ചിയും പറഞ്ഞതുകൊണ്ട് മാത്രം ഈ നശിച്ച സ്ഥലത്തേക്ക് ഞാൻ വന്നത് എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന ശ്രുതി ഉടനെ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്, നശിച്ച സ്ഥലമൊന്നോ? അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല ശ്രുതി ഞാൻ പറഞ്ഞതെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളിനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അതെ, നിങ്ങളെപ്പോലെ വലിയ കോടീശ്വരന്മാരല്ലെങ്കിൽ ഞങ്ങളിവിടെ ജീവിച്ച് പോവും. നിങ്ങൾക്ക് ആവശ്യത്തിനധികം സാധനങ്ങളും ആവശ്യത്തിനധികം വെള്ളവും എല്ലാം കാണും. പക്ഷേ ഞങ്ങൾക്കതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം തീർന്നാൽ അത് സാധാരണ കാര്യമെന്ന് വിചാരിച്ച് വെള്ളം ഉള്ളിടത്തേക്ക് പോകും. ഇപ്പോൾ വെള്ളം ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ വെള്ളമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി ജീവിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ വലിയ ആഡംബര ജീവിതമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളെപ്പോലെ ആവശ്യത്തിലധികം സാധനങ്ങളൊന്നും കിച്ചണിൽ കരുതാറില്ലായിരിക്കും. കാരണം പാവപ്പെട്ടവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അശ്വിനെ പറഞ്ഞ് ഇപ്പോൾ തെറ്റായി പോയോ എന്നൊരു ഇത് അശ്വിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അശ്വിൻ. അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചെറുതായി കണ്ടതല്ല. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ചെറുതായി കണ്ടാലും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല, ഞാൻ ചെയ്ത പോലെ ശരിയാണ്, നമ്മൾ തമ്മിൽ കോൺട്രാക്ട് മാരേജ് ആയിരിക്കാം, എന്നാൽ പോലും നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു വിഷമവും സങ്കടം ഞാൻ ശ്രുതി കൈ കൂപ്പുന്നുണ്ട് അശ്വിൻ. തുടർന്ന് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടങ്ങ് പോവാണ്. ഇത് കാണുന്ന അശ്വിൻ അങ്ങോട്ട് പറഞ്ഞു പോയി, ഇനി തിരിച്ചെടുക്കാനും പറ്റില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുവാണ് അശ്വിൻ. അങ്ങനെ അശ്വിൻ തിരിച്ചറിയുവാണ് സുഹൃത്തുക്കളെ എന്താണ് ജീവിതം എന്നുള്ളത്. ഇനി മുതലുള്ള എപ്പിസോഡൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് എപ്പിസോഡ്സ് ആവത്തില്ല, അത്യാവശ്യം നല്ല എപ്പിസോഡ്സ് ആക്കി ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം. അങ്ങനെ അശ്വിൻ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് ഇനി അശ്വിൻ ആ വീട്ടിൽ ജീവിക്കാൻ പോകുന്നതൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.